കേരള രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ സ്ത്രീകൾക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് പുറത്തുവന്നത്. കേരളത്തിലെ സാധാരണ വീട്ടമ്മമാർ മുതൽ കോളേജ് വിദ്യാർത്ഥിനികൾ, ആശാ വർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ, വയോജന സ്ത്രീകൾ, വിധവകൾ, സ്വയം തൊഴിൽ അന്വേഷിക്കുന്ന യുവതികൾ വരെ എല്ലാവരെയും ലക്ഷ്യമിട്ടിട്ടുള്ള വലിയ ക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ പുതിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC ബസ് യാത്രയാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വലിയ സ്വീകാര്യത നേടിയ പദ്ധതിയെ മാതൃകയാക്കിയാണ് കേരളത്തിലും ഇത് കൊണ്ടുവരുന്നത്. ദിവസവും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക്, വീട്ടുജോലിക്കാരായ സ്ത്രീകൾക്ക്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക്, ചെറുകിട വ്യാപാരികൾക്ക്, ആശുപത്രികൾ പോകുന്ന രോഗികൾക്ക്, കുടുംബച്ചെലവ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാർക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. ഒരു മാസം ബസ് ചാർജിന് മാത്രം ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന കുടുംബങ്ങൾ സാമ്പത്തിക സഹായമാകും. ഇതോടൊപ്പം വനിതാ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 ധനസഹായം നൽകുന്ന പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് പഠനം തുടരാൻ ഇത് സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു. നിരവധി വിദ്യാർത്ഥിനികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി വലിയ മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. കോളേജ് ഫീസ്, ബസ് ചാർജ്, ഹോസ്റ്റൽ ചെലവ്, പഠന സാമഗ്രികൾ എന്നിവയ്ക്കായി ഈ തുക ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ശമ്പള വർധനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച ആശാ വർക്കർമാർ ഏറെക്കാലമായി ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീടുകളിലെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്ന ആശാ വർക്കർമാർക്ക് സമൂഹത്തിൽ വലിയ പങ്കുണ്ട്. നിരവധി സമരങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം ആശാ വർക്കർമാർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അതുപോലെ അംഗനവാടി ജീവനക്കാർക്കും വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, വയോജനങ്ങൾക്കും സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിൽ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്താകെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഒറ്റയ്ക്കായി കഴിയുന്ന മുതിർന്ന സ്ത്രീകൾ, വിധവകൾ, പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ എന്നിവർക്കായി കൂടുതൽ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 ഉയർത്തുമെന്ന വാഗ്ദാനവും ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിക്കാനിടയുണ്ട്. യുവ സംരംഭകർക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ ലഭ്യമാകാനുള്ള പദ്ധതികൾ വരാൻ ഇടയുണ്ടെന്നും പറയപ്പെടുന്നു. ബൊട്ടീക്, ബേക്കറി, ഓൺലൈൻ ബിസിനസ്, കാറ്ററിംഗ്, ട്യൂഷൻ സെന്റർ, ഹോംമെയ്ഡ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് വലിയ അവസരമാകും. കുടുംബസഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി ആത്മവിശ്വാസം നൽകും. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ സഹായകമാകും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശസ്ത്രക്രിയകൾ, പ്രസവ ചികിത്സ, ക്യാൻസർ ചികിത്സ തുടങ്ങിയവയ്ക്ക് വലിയ തുക ചെലവാകുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി ഏറെ സഹായകമാകും. സ്ത്രീ സുരക്ഷയും പുതിയ സർക്കാരിന്റെ പ്രധാന അജണ്ടയാണെന്ന് സർക്കാർ വൃത്താന്തങ്ങൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ വനിതാ സുരക്ഷാ പദ്ധതികൾ ശക്തമാക്കാനും രാത്രികാല യാത്ര സുരക്ഷിതമാക്കാനും പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കൂടുതൽ ഹെൽപ്പ് ലൈൻ സേവനങ്ങളും നിയമസഹായവും ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. പുതിയ UDF സർക്കാരിന്റെ പ്രഖ്യാപിക്കാനിടയുള്ള കാര്യങ്ങൾ കേരളത്തിലെ സ്ത്രീകളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ എങ്ങനെ ഫണ്ട് കണ്ടെത്തുമെന്ന ചർച്ചകളും ശക്തമാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ്. എങ്കിലും സാധാരണ സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രതീക്ഷ കൂടുതലാണ്. വീട്ടു ചെലവുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സൗജന്യ യാത്രയും ധനസഹായങ്ങളും ശമ്പള വർധനയും വലിയ ആശ്വാസമാകുമെന്നാണ് പലരും പറയുന്നത്. ഗ്രാമങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്കും നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ ഒരുമിച്ച് വരുന്നത് അപൂർവമാണ്.
അടുത്ത മാസങ്ങളിലാണ് ഈ പദ്ധതികളുടെ യഥാർത്ഥ രൂപരേഖ പുറത്തു വരിക. ആരെല്ലാം അർഹരാകും, അപേക്ഷ എങ്ങനെ നൽകണം, രേഖകൾ എന്തെല്ലാം വേണം, എപ്പോൾ മുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഉടൻ സർക്കാർ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമോ ഈ പുതിയ UDF സർക്കാർ? സൗജന്യ യാത്രയും സഹായങ്ങളും യാഥാർത്ഥ്യമാകുമോ? അടുത്ത ദിവസങ്ങളിലാകും കേരളം ഇതിന്റെ ഉത്തരം നൽകുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.